മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്ത വ്യാപനം. ജില്ലയിൽ 6000-നടുത്ത് ആളുകളിലേക്ക് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടുണ്ടെന്ന് മലപ്പുറം DMO. വള്ളിക്കുന്നിലും അത്താണിക്കലിലുമാണ് രോഗവ്യാപനമെന്നും DMO ആർ രേണുക വ്യക്തമാക്കി. നമുക്ക് ജില്ലയിൽ ഇതുവരെ ഏകദേശം 6000-നടുത്ത് മഞ്ഞപ്പിത്ത സസ്പെക്റ്റഡ് മഞ്ഞപ്പിത്തവും അതേപോലെ തന്നെ കൺഫേംഡ് ആയിട്ട് 1400-നടുത്ത് ഹെപ്പറ്റൈറ്റിസ് എ കൺഫേംഡ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് നമുക്ക് 3 ഔട്ട് ബ്രേക്കുകൾ വന്നതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും കേസുകൾ വരാനുള്ള കാരണം. ഒന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ അത്താണിക്കൽ, അതൊന്ന് പെരുവള്ളൂർ ഒരു ഔട്ട് ബ്രേക്ക്. ഇത് ആണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് കൂടുതൽ കേസുകൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഇതുമായി ബന്ധപ്പെട്ട് സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം വലിയ തോതിൽ വ്യാപിക്കുന്നത്. ഏകദേശം ജില്ലയിൽ 6000-ഓളം കേസുകൾ നിലവിലുണ്ട് എന്നുള്ള കാര്യമാണ് DMO ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ 1500 കേസുകൾ കൺഫേം ആണ് എന്നുള്ള കാര്യം കൂടി DMO വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലകളിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമുക്കറിയാം നിലമ്പൂരിലും ഇത്തരത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. 5 മരണം ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിലെ കണക്കനുസരിച്ച് ഈ വർഷം മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് 7 പേരാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 7 പേരാണ് ഈ വർഷം മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം കൂടി ഉണ്ടാകുന്നത്. അതായത് ഇന്നലെ ഒരു 15 വയസ്സുകാരിയുടെ മരണം കൂടി സംഭവിച്ചതോടെ വലിയൊരു ആശങ്ക ജനങ്ങൾക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വള്ളിക്കുന്ന് പരിസര പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഈ വ്യാപനം ഉണ്ട് എന്നുള്ള കാര്യവും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ ഇന്നലെ MLA-യുടെ അധ്യക്ഷതയിൽ യോഗം വിളിച്ചു ചേർന്നൊരു DMO ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. വേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. അതുപോലെ തന്നെ അല്പസമയം മുമ്പ് DMO മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് 2 ഔട്ട് ബ്രേക്കുകളാണ് ജില്ലയെ സംബന്ധിച്ച് പ്രധാനമായി നടന്നിട്ടുള്ളത്. ഒന്ന് അത്താണിയും ഒന്ന് പെരുവള്ളൂരും. ഈ 2 സ്ഥലങ്ങളിൽപ്പെട്ട ഔട്ട് ബ്രേക്കിൽ ആണ് മരണം വരെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് DMO വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും മറ്റ് ആഘോഷ പരിപാടികൾ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന കുട്ടികളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണം കാണുന്ന വിദ്യാർത്ഥികൾ അവരൊരിക്കലും ഇത്തരത്തിൽ വ്യാപനത്തിന് അല്ലെങ്കിൽ ഇത് മറ്റൊരാളിലേക്ക് പകരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് നിൽക്കരുത്. കൃത്യമായി ചികിത്സ നേടണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ഇതിൽ പ്രധാനമായി ശാശ്വതമായിട്ടുള്ള ചികിത്സ, അതായത് കൃത്യമായിട്ടുള്ള ചികിത്സ നേടണം. അല്ലാത്ത മറ്റൊരു ചികിത്സയും ഒറ്റമൂലി പോലുള്ള മറ്റൊരു ചികിത്സയും തേടരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട്. ശാസ്ത്രീയമായ ചികിത്സാ രീതി മാത്രം സ്വീകരിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പറയേണ്ടത്. മറ്റസുഖങ്ങളുള്ള ആളുകൾ, ഹൃദ്രോഗം പോലുള്ള മറ്റസുഖങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തണം, കൃത്യമായിട്ടുള്ള ശുചിത്വം പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, നടപടികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു വിശദീകരണം.